ഒരു കാരണവശാലും ഞാൻ അവന് നാഗമാണിക്യം കൊടുക്കില്ല. നാഗമാണിക്യം സ്വന്തമാക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെന്ന് അറിയില്ല നിനക്ക്. നീ ഉണ്ടായിരുന്നല്ലേ? എനിക്കറിയാം മുതലാളി. എല്ലാം അറിഞ്ഞിട്ടും നിനക്കിതെങ്ങനെ പറയാൻ തോന്നി? എങ്ങനെ മനസ്സ് വന്നു? നീ ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല നന്ദീശ. 23 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കുറച്ച് നാളുകൾ കൂടിയേ ഉള്ളൂ നാഗമാണിക്യം നമ്മുടേതാവാൻ. നാഗമാണിക്യത്തിന്റെ ശക്തി പൂർണ്ണമായും നമുക്ക് ലഭിക്കും. നിനക്കും അറിയാവുന്നല്ലേ? എല്ലാം എനിക്കറിയാം മുതലാളി. എന്നിട്ടും നിനക്കിത് എന്നോട് പറയാൻ എങ്ങനെ മനസ്സ് വന്നു? മുതലാളി, നാഗമാണിക്യം കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു എന്നുള്ളതും നാഗമാണിക്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ശക്തി നമുക്ക് കിട്ടുമെന്നുള്ളതും എല്ലാം സത്യം തന്നെ മുതലാളി. എന്നാൽ അതിന് ഇനിയും സമയമുണ്ട്. അതിനുള്ളിൽ അവൻ നമ്മുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയ നാഗമാണിക്യം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടാവുക? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടിയതൊക്കെ നമ്മുടെ കുട്ടികളും വീട്ടുകാരൊക്കെ നന്നായിരിക്കാൻ വേണ്ടിയല്ലേ മുതലാളി? അവരാരും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഈ നാഗമാണിക്യം കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? മുതലാളി എന്നെ ആലോചിച്ച് നോക്ക്. തൃശൂലിനെ മോനെ മോനെ എന്ന് വിളിച്ച് ജീവനേക്കാൾ അയരെ സ്നേഹിക്കല്ലേ? ആ മകന്റെ സ്നേഹം വേണ്ടേ? അവന്റെ സന്തോഷമല്ലേ മുതലാളിക്ക് വലുത്? അവനെ വേണ്ടേ മുതലാളിക്ക്? എന്തൊന്നും വേണ്ടാത്തത്? ആലോചിച്ച് നോക്ക് മുതലാളി. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കരുത്. ശ്മശാനത്തിൽ എത്ര വലിയ വീട് വെച്ചാലും അതിനാരും മാളിക എന്ന് പറയില്ല, ശ്മശാനെന്ന് മാത്രമേ പറയുള്ളൂ. വെറുതെ വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ അവർ തോന്നും. നമ്മുടെ വേണ്ടപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് നേടിയിട്ട് എന്താ കാര്യം? മനസ്സിരുത്തി ആലോചിക്കും മുതലാളി. ഞാൻ കാല് പിടിക്കാം മുതലാളി, എന്നെ അനുസരിക്കാം. മുതലാളി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഒരു തവണ ഒന്ന് ആലോചിക്കാം. ആദ്യം നമുക്ക് വീട്ടുകാരെ രക്ഷിക്കാം. നാഗമാണിക്കെല്ലാം പിന്നീട് നമുക്ക് കണ്ടെത്താലോ. പിന്നത് ദൂരേക്കൊന്നും പോകുന്നില്ലല്ലോ, ത്രിവിക്രമന്റെ കയ്യിൽ തന്നെയല്ലേ. ആദ്യം നമുക്ക് തൃശൂലിനെ രക്ഷിക്കാം. പിന്നീട് എന്താ വേണ്ടെന്ന് നമുക്ക് അപ്പം ആലോചിക്കാം. ഇപ്പോ തൃശൂലിനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എന്താ മുതലാളി ഇത്? എന്തെങ്കിലും ഒന്ന് പറയേ. ശരി, നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. നാഗമാണിക്യം നമുക്ക് ത്രിവിക്രമന് തന്നെ കൊടുത്തേക്കാം. വലിയൊരു തീരുമാനം എടുത്തത് മുതലാളി. തൃശൂലിനെ നമുക്ക് രക്ഷിക്കണം. വരും മുതലാളി, നമുക്ക് ത്രിവിക്രമന്റെ അടുത്തേക്ക് പോവാം. ത്രിവിക്രം. ഓ, മുതലാളിയും തൊഴിലാളിയും കൂടെ ഒരുമിച്ച് വന്നിരിക്കുക. അല്ല, നാഗമാണിക്യത്തെ പറ്റി എന്ത് തീരുമാനം എടുത്തിരിക്കുന്നത്? ഐ ഹോപ്പ് നല്ലതായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. ത്രിവിക്രം, നീ ചെയ്യുന്നൊന്നും ശരിയല്ല. നിന്റെ നന്മയ്ക്കായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. മനുഷ്യനായാൽ കുറച്ചൊക്കെ നന്മ വേണം, അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. ഓ, നിങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങളോട് ഇനിയൊന്നും സംസാരിക്കാനും ഇല്ല എനിക്ക്. ഗുഡ് ബൈ. നീ അവിടെ നിൽക്കുമോനെ, ഞാൻ ഈ പറയുന്നൊന്ന് കേട്ടിട്ട് പോ. നീ ചോദിച്ചത് തരാൻ മുതലാളി തയ്യാറാ. നാഗമാണിക്കല്ലേ നിനക്ക് വേണ്ടത്? മുതലാളി തരും. പറഞ്ഞു പറ്റിക്കുന്നതല്ലോ. നാഗമാണിക്യം തരാന്ന് സമ്മതിച്ചോ മുതലാളി? സത്യമാണ് പറയുന്നത്. നാഗമാണിക്യം ഇവിടെ ആർക്കും വേണ്ട, നിനക്ക് തന്നെ തന്നേക്കാം. എനിക്ക് നിങ്ങളുടെ വാക്ക് കേൾക്കണ്ട. തരാന്ന് പറയേണ്ടത് ഡാഡാണ്. ഒന്നും പറയുന്നില്ലല്ലോ, ചുമ്മാ നിൽക്കുന്ന കണ്ടില്ലേ? മുതലാളി ഒന്ന് പറ മുതലാളി. നാഗമാണിക്യം കൊടുത്തേക്കാന്നൊന്ന് പറഞ്ഞേക്ക് മുതലാളി. പറയും മുതലാളി. തന്നേക്കാം. വാവ്, ഇത് ഉള്ളതാണോ? നാഗമാണിക്യം തരാൻ നിങ്ങൾ തയ്യാറാണല്ലേ? ആദ്യം നീ തൃശൂൽ എവിടെയാണെന്ന് പറ. തൃശൂൽ എവിടെയാണെന്നൊക്കെ ഞാൻ പറയാം. ആദ്യം നാഗമാണിക്യം താ. ആദ്യം തൃശൂൽ എവിടെയാണെന്ന് നീ പറയണം. അതിപ്പോ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്റെ വാക്കുകളിൽ വിശ്വാസമില്ലേ നിനക്ക്? വിശ്വാസത്തിന്റെ കാര്യമൊന്നുമല്ല. ഒരു ബിസിനസ് ആവുമ്പോ ത്രാസിന്റെ 2 വശവും ഒരുപോലെ തൂങ്ങണം. അതിൽ കുറച്ചെങ്കിലും മാറ്റം വന്നാല് നല്ല ബിസിനസ് ആവില്ല. അത് ഒരു നഷ്ടക്കച്ചവടം ആവും. അത് നാഗമാണിക്യം തന്നേക്കാം, പക്ഷേ തൃശൂലിനെയും വീട്ടുകാരെയും നീ ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് വാക്ക് തരണം. അതെ, നീ ആരെ ഒന്നും ചെയ്യാൻ പാടില്ല. ശരി, ആരെ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇതില് ഡബിൾ ഗെയിം കളിക്കാൻ നിൽക്കില്ലല്ലോ അല്ലേ? ഇല്ല, പക്ഷെ ഒരു കണ്ടീഷൻ. എന്താ അത്? നാഗമാണിക്യം കിട്ടിക്കഴിഞ്ഞാൽ നീ പിന്നെ ഒരു നിമിഷം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. നാട് വിട്ടു പൊയ്ക്കോണം.
ആരുടെ കണ്ണിലും പെടാൻ പാടില്ല. അതെന്തിനാ? അത് നീ അറിയേണ്ട ആവശ്യമില്ല. നിന്റെ എല്ലാ കണ്ടീഷനും ഞാൻ അംഗീകരിച്ചതല്ലേ, ഇത് നീയും സമ്മതിക്കണം. ഇയാള് പുതിയ എന്തോ ഒരു കുരുക്കുണ്ടാക്കുകയാണല്ലോ. ഞാൻ ഈ നാട് വിട്ട് പോണോന്നോ? എടാ സമ്മതിക്കടാ. നാഗമാണിക്യം കൊണ്ട് നീ എങ്ങോട്ടെങ്കിലും ദൂരെ പൊയ്ക്കോളാന്ന്. ശരി, നാഗമാണിക്യം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ആരുടെ കണ്ണിലും പെടില്ല ഞാൻ. ദൂരെ എവിടെയെങ്കിലും പോവാം. സത്യമാണോ? അതെ, നാഗമാണിക്യം താ. വാ എന്റെ കൂടെ. എന്നോട് കണ്ടീഷൻസ് ഒക്കെ പറയുന്നല്ലേ? നിങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ ഞാൻ സത്യഹരിശ്ചന്ദ്രനൊന്നുമല്ല. ആ നാഗമാണിക്യം ഒന്ന് എന്റെ കൈ കിട്ടട്ടെ, അത് കഴിഞ്ഞ് കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. ഞാൻ വേണമെങ്കിൽ കൂടിയിരിക്കാം. നിനക്ക് തന്നെ കുളിപ്പിച്ചൂടെ ഇവനെ? വേണ്ട വേണ്ട, നിങ്ങൾ തന്നെ കുളിപ്പിച്ചോ. മറ്റുള്ളവർക്ക് എപ്പോഴും കുളിപ്പിക്കാൻ പറ്റുമോ? അമ്മയല്ലേ കുഞ്ഞിനെ എപ്പോഴും കുളിപ്പിക്കേണ്ടത്. വന്നെടുക്ക്. ഇല്ലില്ല, സാരമില്ല, നിങ്ങളുടെ കൈ തന്നെ ഇരിക്കട്ടെ. നിനക്ക് എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. കുഞ്ഞ് മറ്റുള്ളവരുടെയൊക്കെ കൂടെ ഇണങ്ങി വളർന്നാൽ നല്ലതല്ലേ, അതുകൊണ്ട് മാറി നിന്നേ ഉള്ളൂ. നീ എന്തൊക്കെ ഈ പറയുന്നേ? ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴുള്ളവർക്കൊക്കെ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും മടിയാ. അയ്യോ, ഞാൻ മറന്നു. അടുപ്പത്ത് പാല് വെച്ചിട്ടാ വന്നത്, തിളച്ചു കാണും. നീ കുഞ്ഞിനെ ഒന്ന് എടുത്തേ. സാരമില്ലമ്മേ, സ്റ്റൗ ഞാൻ അണച്ചോളാം. കുഞ്ഞിനെ നിങ്ങൾ തന്നെ എടുത്തു. അയ്യോ, ഇവക്ക് ഇതെന്ത് പറ്റി? ഇവളെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു? ഈ സമയത്ത് തന്നെ വണ്ടി റിപ്പയർ ആവണമായിരുന്നു. ഈ കാട്ടിക്കൂടെ എനിക്ക് ഒറ്റയ്ക്ക് നടന്നു പോകേണ്ട ഗതി വന്നല്ലോ. ഈ സമയത്ത് ഇതുവഴി ആരാ നടന്നു പോകുന്നേ? അളിയൻ, നന്ദീശൻ, ത്രിവിക്രമൻ, ഇവര് ഈ രാത്രി കാട്ടിക്കൂടി എവിടെ പോകുന്നേ? അല്ല, തോക്കും പിടിച്ചോണ്ടാണല്ലോ പോകുന്നേ. ഉറപ്പായിട്ടും വേട്ടയ്ക്കായിരിക്കും. വേട്ടയാടാൻ ഈ രാത്രി തന്നെ പോണോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ശരിയായിട്ട് കാണുന്നുമില്ല. ആ, വേട്ടയ്ക്ക് തന്നെ പോകുന്നേ. വീട്ടിലറിഞ്ഞ വഴക്ക് പറയുന്നോർത്ത് ആരോടും പറയാതെ പോകുന്നതായിരിക്കും. ഒന്ന് കൂടെ പോയാലോ? അല്ലെങ്കിൽ വേണ്ട. ഇന്നാണെങ്കിൽ അമാവാസിയും കൂടിയാ. നീലിമല കാട്ടി പോകുന്നത് വളരെ ഡേഞ്ചറാ. എന്തിനെ വേട്ടയാടിയാലും അത് വീട്ടിലേക്ക് തന്നെയല്ലേ കൊണ്ടുവരുന്നത്. ഞാൻ എന്തിനാ ഇവരുടെ കൂടെ വെറുതെ പോയി ക്ഷീണിക്കുന്നത്? ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ എല്ലാം വന്നു ചേരും. റിസ്ക് എന്തിനാ? സേഫായിട്ട് വീട്ടിലേക്ക് പോയേക്കാം. മനോജവം മാർഗതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയുദ്ധമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രയാതി. ശിവാനി, മുത്തശ്ശി, എവിടെ പോയതായിരുന്നു മോളെ? എല്ലാവരും എന്നിൽ നിന്ന് എന്തോ മറച്ചു വയ്ക്കുകയാണ്. തൃശൂലിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ത്രിവിക്രം എവിടെയാണ് പോയത്? അവൻ എവിടെയാണുള്ളതെന്ന് അറിയാതെ അവന്റെ മേൽ ശക്തി പ്രയോഗിക്കാൻ പറ്റില്ല. എന്തു പറ്റി? രണ്ടുപേരും ആകാശം ഇടിഞ്ഞു വീണ പോലെയാണല്ലോ നിൽക്കുന്നത്. എന്തു പറ്റി? ഗോവിന്ദ, ദിഗ്വിജയ് എവിടെ? അളിയനോ? അളിയൻ ഹണ്ടിങ്ങിന് പോയി. എന്താ ഹണ്ടിങ് എന്ന് വെച്ചാ വേട്ടയാടൽ. അളിയനും നന്ദീശനും ത്രിവിക്രമനും കൂടി കാട്ടിൽ കൂടി പോവായിരുന്നു. കയ്യിലാണീ തോക്കുണ്ട്. അങ്ങനെ പോകുന്നത് വേട്ടയാടാനായിരിക്കുമല്ലോ. അവരുടെ കൂടെ ത്രിവിക്രമം ഉണ്ടായിരുന്നോ? ആണോ? ഏത് കാടാത്? അത് നീലിമലക്കാട്. ത്രിവിക്രം എന്തിനാണ് അവിടേക്ക് പോയിരിക്കുന്നത്? കൂടെ അവര് രണ്ടാളും ഉണ്ടായിരുന്നെന്ന് പറയുമ്പോ അവിടെ എന്തെങ്കിലും സംഭവിച്ചിരിക്കും. ഞാൻ ഇപ്പോൾ തന്നെ അവരുള്ള സ്ഥലത്തേക്ക് പോയേ പറ്റൂ. ശിവാനി, എങ്ങോട്ട് പോവാ മോളെ? ഈ ഇരുട്ടിൽ കാട്ടിലേക്ക് പോയില്ലേ?
അവരെ എനിക്ക് തടയണം. ഇപ്പൊ വേട്ടയാടണ്ടെന്ന് പറഞ്ഞ് അവരെ തിരികെ കൊണ്ടുവരണം. നീ പറഞ്ഞാൽ അവര് കേക്കുവോ മോളെ? കേട്ടാലും ഇല്ലെങ്കിലും അങ്ങോട്ട് പോവുക എന്ന കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നന്ദീശ, ഇങ്ങോട്ട്. മുതലാളി, ഇതെന്തിനാ ഈ വഴിക്ക് പോകുന്നത്? നാഗമണിക്ക് അവിടെയല്ലേ? ഇവിടെയാ. നാഗമാണിക്യം സ്ഥിരമായി വെച്ചിരിക്കുന്നിടത്തല്ല വെച്ചിരിക്കുന്നത്, വേറെ സ്ഥലത്താ. വേറെ സ്ഥലത്തോ? അതെപ്പോ സംഭവിച്ചു? കുറച്ച് ദിവസമായി. എന്നോട് പറഞ്ഞതില്ല. കുറച്ചു നേരം ആയല്ലോ രണ്ടുപേരും കൂടെ പിറുപിറുത്ത് നടക്കുന്നു. എന്തായിരിക്കും സംസാരിക്കുന്നേ? പുതിയ എന്തെങ്കിലും ഒരു പ്ലാൻ സെറ്റ് ചെയ്യായിരിക്കോ? എല്ലാത്തിന്റെ ഉത്തരം ഇപ്പൊ തന്നെ പറയണം. ഹലോ, ഒന്ന് നിന്നേ. കുറച്ചു നേരം ആയല്ലോ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു. എന്നെ ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ചിന്തിക്കുക? ഇതുകൊണ്ട് തന്നെയാ നിങ്ങളെ എനിക്ക് വിശ്വാസമില്ലാന്ന് ഞാൻ പറഞ്ഞത്. തൃശൂലിന്റെ ജീവൻ എന്റെ കയ്യിലാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങളിങ്ങനെ നാടകം കളിക്കുന്നല്ലോ. തൃശൂലിന്റെ ജീവൻ ഇപ്പൊ തന്നെ ഞാൻ ഇല്ലാതാക്കി കാണിക്കട്ടെ. ഏയ്, അങ്ങനൊന്നും ചിന്തിക്കില്ലേ. ഞങ്ങള് ഡബിൾ ഗെയിം ഒന്നല്ല പ്ലാൻ ചെയ്തത്. നാഗമാണിക്യം ഇരിക്കുന്നിടത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകാണല്ലോ. നാഗമാണിക്യം ഇരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാ കൊണ്ടുപോകുന്നത്. അല്ല, നിന്നെ ട്രാപ്പ് ചെയ്യാനുള്ള ഉദ്ദേശമൊന്നുമില്ല. എന്നോട് നുണ പറയരുത്. എന്നെ വിശ്വസിക്കേ. നീ ചോദിക്കുന്നതെല്ലാം തരാമെന്ന് ഞാൻ ഉറപ്പ് തന്നല്ലേ. നാഗമാണിക്യവും തന്നേക്കാം, പക്ഷേ തൃശൂലിനൊന്നും സംഭവിക്കരുത്. അത് നീ ഉറപ്പ് തരണം. ആ നാഗമാണിക്യം ആദ്യം എന്റെ കൈ കിട്ടട്ടെ. നാഗമാണിക്യം കിട്ടിക്കഴിഞ്ഞ തൃശൂല് സേഫ് ആയിട്ട് വീട്ടിലേക്ക് വരുന്നതാണ്. നീ വാക്ക് മാറില്ലല്ലോ അല്ലേ? തൃശൂലിനെയൊക്കെ ആർക്ക് വേണം? എനിക്ക് ആവശ്യം നാഗമാണിക്യമാണ്. എടുത്തു തരാം, വാ. അതെ, ഇത് തന്നെയാണ് നീലിമലക്കാട്. ത്രിവിക്രം ഇവിടെയാണോ ഉള്ളത്? ഇത്രയും വലിയ കാട്ടിൽ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ അവനെ? എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചേ പറ്റൂ. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും? ഇല്ല, ഞാൻ ആരുടെയെങ്കിലും സഹായം തേടിയേ പറ്റൂ. എങ്കിൽ മാത്രമേ ഈ വലിയ കാട്ടിൽ അവനെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നെ ഇപ്പോൾ സഹായിക്കാൻ പറ്റുന്നത് ഒരാൾക്കാണ്. അത് നാഗമാതാവിനാണ്. അവർക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കൂ. നാഗമാതേ, എന്റെ ആദിശേഷന്റെ പ്രാണൻ അപായത്തിലാണ്. ഇപ്പോൾ തന്നെ പോയി ത്രിവിക്രമനെ ഞാൻ തടഞ്ഞില്ലെങ്കിൽ ആദിശേഷന്റെ പ്രാണന് എന്തെങ്കിലും സംഭവിച്ചേക്കാം. എന്റെ ആദിശേഷനെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല നാഗമാതേ. അവനെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ആദിശേഷനെ രക്ഷിക്കൂ നാഗമാതേ. പുഷ്പണി സർപ്പം. ഈ സർപ്പം എനിക്ക് വഴി കാട്ടിത്തരും. ത്രിവിക്രമുള്ള സ്ഥലത്തേക്ക് എനിക്കെത്തിയേ പറ്റൂ. കുറെ നേരം ആയല്ലോ ഈ നടപ്പ് തുടങ്ങിയിട്ട്. ഇനി എത്ര ദൂരം പോവാനുണ്ട്? ഇനി കുറച്ചു ദൂരം കൂടി പോകാനുണ്ട്. എത്ര ദൂരം എന്ന് പറയേ? നാഗമാണിക്യം പോലെ വില പിടിച്ച ഒരു വസ്തു നേടാനായി കുറച്ച് കഷ്ടപ്പെട്ടു എന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ആ നാഗമാണിക്യം കൈക്കലാക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയോ? അതുകൊണ്ട് തന്നെയാ നിങ്ങൾക്ക് പ്രായമായി ഞാൻ പറയുന്നേ. വേർപ്പൊഴുക്കി കഷ്ടപ്പെടുന്നൊക്കെ നിങ്ങളുടെ ജനറേഷനോട് കൂടി തീർന്നു. ഇന്നത്തെ ലോകത്ത് ആവശ്യം സ്മാർട്ട് വർക്കാ, എന്നെ പോലെ. നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നാഗമാണിക്യം തരാനാണെന്ന് വിചാരിച്ചോ നീ? അത് നിന്റെ വെറും തോന്നലാ. നാഗമാണിക്യത്തെക്കാൾ ഇമ്പോർട്ടന്റ് ആയി എനിക്ക് മറ്റൊന്നുമില്ല. അതിന്റെ മേൽ കണ്ണുവെച്ച് നിനക്ക് ജീവിക്കാനുള്ള അർഹതയില്ല. എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? മനസ്സിൽ വേറെന്തെങ്കിലും പ്ലാൻ ചെയ്യുമായിരിക്കും അല്ലേ? എന്റെ മുന്നിൽ ഒരു കളിയും നടക്കില്ല. ഇത്രയും ദിവസം മകനാണെന്നുള്ള ഒരു സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നു. ഇന്നത്തോടെ അത് ഞാൻ അവസാനിപ്പിക്കും. നാഗമാണിക്യത്തിന് മുന്നിൽ ആർക്കും സ്ഥാനമില്ല. എനിക്കത് തന്നെയാണ് മുഖ്യം. കിട്ടുമെന്നുള്ള ആഗ്രഹം മനസ്സിലങ്ങനെ കിടക്കട്ടെ.
23 വർഷങ്ങളായി വളർത്തിക്കൊണ്ടുവന്ന നിന്നെ ഇന്നെന്റെ ഈ കൈ കൊണ്ട് ബലി കൊടുക്കും ഞാൻ. മുതലാളി, ആരാരെ ബലി കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ ഉടനെ തന്നെ മനസ്സിലാവും. ആ നാഗമാണിക്യം ഒന്ന് എന്റെ കയ്യിലേക്ക് കിട്ടട്ടെ. ആ നിമിഷം മുതൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞു തുടങ്ങും. എന്റെ ശക്തികൾ എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പോവുക. ഇവർ രണ്ടുപേരുടെയും വഴക്കിനിടയിൽ എന്റെ മോനൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. എന്റെ മോൻ രക്ഷപ്പെടണം. പുഷ്പിണി സർപ്പം എന്നെ കാട്ടിനകത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇനി എത്ര ദൂരം പോവേണ്ടി വരും? ആ ത്രിവിക്രം അങ്കിളിനെയും ഇതിനെ കൂടെ കൂട്ടിയത് ശരിക്കും അവര് വേട്ടയാടാൻ തന്നെയാണോ പോയിരിക്കുന്നത്? അങ്കിൾ ത്രിവിക്രമനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയതാ. എന്നിട്ടെന്തിനാ അവന്റെ കൂടെ പോയത്? ഇല്ല, വേറെന്തോ സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ത്രിവിക്രമും മറ്റു രണ്ടുപേരും ഈ കാട്ടിൽ എവിടെയുണ്ടെങ്കിലും എനിക്ക് കണ്ടുപിടിക്കണം. അവർക്കിടയിലുള്ള രഹസ്യം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. നാഗമാണിക്യം എവിടെയാ? ഇവിടെയും കാണുന്നില്ലല്ലോ. അത്ര എളുപ്പത്തിലൊന്നും നാഗമാണിക്യം കാണാൻ സാധിക്കില്ല. കുറച്ച് താഴ്മ വേണം. നാഗമാണിക്യം കണ്ണിൽ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രാർത്ഥനയോടെ ധ്യാനമിരിക്കണം. എന്തായാലും വേഗം ചെയ്യ്. നന്ദീശ, നീ പുറത്തു വന്നു. ശരി മുതലാളി. പൂജ വേഗം തുടങ്ങാൻ. ധൃതി കാണിച്ചാൽ ഒരു കാര്യവും നടക്കില്ല. എപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് നാഗമണിക്കല്ലേ വേണ്ടത്? കുറച്ചേരം മിണ്ടായിരിക്കും. എന്തെങ്കിലും ചെയ്യും. നാഗമാണിക്യം കിട്ടിക്കഴിഞ്ഞാ ഞാൻ കൂടുതൽ ശക്തനാകും. ഈ ലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടും. ശിവാനിയെ ഞാൻ എന്റേത് മാത്രമാക്കി മാറ്റും. അവസാനമായി ചോദിക്കുക ത്രിവിക്രം, നിനക്ക് ഞാൻ നാഗമാണിക്യം എടുത്തു തരാം. നീ എനിക്ക് തന്ന വാക്ക് പാലിക്കുമെന്ന് ഉറപ്പല്ലേ? പാലിക്കും ഞാൻ. ആദ്യം നാഗമാണിക്യം താ. ഓം നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹേ തന്നോ നാഗപ്രചോദയാത്. നാഗമാണിക്യം കാണാൻ ഇത്രയ്ക്ക് ഭംഗിയോ? 23 വർഷമായിട്ട് മുത്തശ്ശിയെ കൊണ്ട് സാധിക്കാത്തത് ഞാൻ സാധിച്ചു. ഈ നാഗമാണിക്യം കൈക്കലാക്കിയ ഞാൻ കൂടുതൽ ശക്തനായി തീരും. ത്രിവിക്രം, നാഗമാണിക്യത്തോട് കുട്ടിക്കളി വേണ്ട. അതിന്റെ ശക്തി എന്താണെന്ന് നിനക്കറിയില്ല. അതിനെ ഇങ്ങനെ നീ തൊട്ടുകഴിഞ്ഞാൽ ഭസ്മമായി തീരും നീ. പിന്നെ എങ്ങനെയാ അത് നേടുന്നത്? അതിനതിന്റേതായ രീതിയുണ്ട്. ആദ്യം നാഗമാണിക്യത്തെ ശാന്തമാക്കണം. പൂജ സഫലമായി കഴിഞ്ഞാൽ നാഗമാണിക്യം സ്വയം ഈ ബോക്സിനുള്ളിലേക്ക് പ്രവേശിക്കും. അതൊന്നും എനിക്ക് അറിയണ്ട.
നിങ്ങൾ പൂജിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യേ നാഗമാണിക്യം എന്റെ സ്വന്തം ആവണം, അത്രേ ഉള്ളൂ. ഇല്ല എങ്കിൽ തൃശ്ശൂലിനെ